നേരമൊന്ന് ഇരുട്ടി വെളുത്തപ്പോഴേക്കും ഒരു പ്രസ്താവന വലിയ പുകിലുണ്ടാക്കിയിരിക്കുകയാണ്. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് ശേഷം സോണിയാഗാന്ധി പറഞ്ഞ വാക്കുകളാണിപ്പോൾ വിവാദമായിരിക്കുന്നത്. പറഞ്ഞത് തെറ്റെന്ന് BJPയും കാര്യങ്ങൾ വളച്ചൊടിക്കുകയാണെന്ന് കോൺഗ്രസും വാദിക്കുമ്പോൾ കാര്യങ്ങൾ കുഴഞ്ഞു മറിയുകയാണ്. പാവം രാഷ്ട്രപതി വായിച്ച് ക്ഷീണിച്ചിരിക്കുന്നു എന്നാണ് സോണിയാഗാന്ധി പാർലമെന്റിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇത് രാഷ്ട്രപതിയോടുള്ള അനാദരവാണെന്ന് BJPയും മോദിയും എന്തിന് രാഷ്ട്രപതി ഭവനിൽ നിന്ന് പോലും വിമർശനം ഉയർന്നു വന്നു. രാഷ്ട്രപതി ഭവന്റെ അന്തസ്സിനെ മുറിവേൽപ്പിക്കുന്ന വാക്കുകളാണെന്നും സോണിയയുടെ വാക്കുകൾ അംഗീകരിക്കാനാവില്ല എന്നും രാഷ്ട്രപതി ഭവൻ വ്യക്തമാക്കി. സമൂഹത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ ക്ഷീണം തോന്നേണ്ട കാര്യമില്ല, മോശം പ്രതികരണങ്ങൾ ഒഴിവാക്കാമായിരുന്നു എന്നും രാഷ്ട്രപതി ഭവൻ ചട്ടം കെട്ടി. ഈ സംഭവത്തിന് ആസ്പദമായ വീഡിയോ ഒന്ന് നമുക്ക് കണ്ടിട്ട് വരാം. No comment. No, the president was getting very tired by the end. Repeating the same thing again no, and again. No, she could hardly speak, poor thing. थोड़ा पीछे हो जाइए, थोड़ा पीछे हो जाइए. आ रही गाड़ी तो क्या करें? आ रही नाइस साड़ी प्रियंका, नाइस साड़ी. दादी जब आगे लोग all the nice sarees are either dadis or mummies. What's that? Venus has chicken pox. മേൽപ്പറഞ്ഞ വീഡിയോയിലുള്ള സോണിയയുടെ വാക്കുകൾക്കെതിരെ പ്രധാനമന്ത്രി മോദി പറഞ്ഞത് കോൺഗ്രസിലെ രാജകുടുംബം ആദിവാസി മകളെ അപമാനിച്ചതായി പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി. ദ്രൗപദി മുർമു ആദിവാസി കുടുംബത്തിൽ നിന്നുമാണ് വരുന്നത്. അവരുടെ മാതൃഭാഷ ഹിന്ദിയല്ല, ഒഡീഷയാണ്. അവർ ഇന്ന് പാർലമെന്റിൽ നടത്തിയ പ്രസംഗം വലിയ പ്രചോദനം നൽകുന്നതാണ്. പക്ഷേ കോൺഗ്രസിന്റെ രാജകുടുംബം രാഷ്ട്രപതിയെ അധിക്ഷേപിച്ചു. പ്രസംഗം മടുപ്പിക്കുന്നതാണെന്ന് രാജകുടുംബത്തിലെ ഒരംഗം പറഞ്ഞത് എന്നാണ് മോദി പറഞ്ഞത്. മോദി ഡൽഹിയിൽ പാർട്ടി റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രസംഗിക്കവെയായിരുന്നു സോണിയക്കെതിരെ വിമർശനം ഉയർത്തിയത്. രാജ്യത്തെ 10 കോടി ആദിവാസി സഹോദരന്മാരെ അപമാനിക്കുന്നതാണ് ഈ പരാമർശമെന്നും രാജ്യത്തെ നിർധനരെ അപമാനിക്കുന്നതാണെന്നും മോദി വിമർശിച്ചു. കൂടാതെ സോണിയയുടെ പരാമർശത്തിനെതിരെ ഭരണപക്ഷമായ MP-മാർ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. ഒരു ആദിവാസി വനിതയെ ഉൾക്കൊള്ളാൻ കോൺഗ്രസിന്റെ ഫ്യൂഡൽ മനസ്സിന് സാധിക്കുന്നില്ല എന്നും ആദിവാസി വനിത പ്രസിഡന്റ് ആകുമെന്നവർ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാകില്ല എന്നും BJP വിമർശനം ഉന്നയിച്ചു. എന്നാൽ തന്റെ അമ്മയ്ക്ക് പ്രായമായി എന്നും അവർ രാഷ്ട്രപതിയോട് അനാദരവ് കാണിച്ചിട്ടില്ല എന്ന പ്രതികരണവുമായിട്ട് വിവാദങ്ങൾക്ക് പിന്നാലെ പ്രിയങ്ക ഗാന്ധിയും എത്തി. തന്റെ അമ്മയ്ക്ക് രാഷ്ട്രപതിയോട് അങ്ങേയറ്റം ബഹുമാനമുണ്ടെന്നും തന്റെ പരാമർശം മാധ്യമങ്ങൾ വളച്ചൊടിച്ചത് നിർഭാഗ്യകരമാണെന്നും പറഞ്ഞു. രാജ്യത്തെ നശിപ്പിച്ചതിന് ആദ്യം മാപ്പ് പറയേണ്ടത് BJP ആണെന്നും വിഷയത്തിൽ പ്രിയങ്ക പ്രതികരിച്ചു. BJPയുടെ അനാവശ്യത്തെയും അവർ ആഞ്ഞടിച്ചു. സോണിയാഗാന്ധിയുടെ പരാമർശം രാഷ്ട്രപതിയോട് അനാദരവല്ല എന്നാണ് പ്രിയങ്കയുടെ വാദം. പ്രിയങ്കയുടെ ആ വീഡിയോ ദൃശ്യങ്ങളിലേക്ക്. That the president must have been tired reading such a long speech. Poor thing. I don't think she fully respects. In fact, she has the utmost respect for her. And I think it's very unfortunate that this kind of thing is twisted by the media. They are both respected people. They are older than us. They are a certain age now, and it's pretty clear that she means no disrespect. BJP अध्यक्ष कह रहे हैं कि माफी मांगना चाहिए. BJP माफी की मांग अरे जिस खाई में इन्होंने इस देश को डुबोया है, पहले उसके लिए माफी मांगे. थैंक यू.